ഇദാ കാന സ്നാനി യതനാജയാനി ഫലാ തദ്ഖുൽ ബൈനഹുമാ. ഹദീസിൽ വളരെ വ്യക്തമായി പഠിപ്പിക്കണം, നിങ്ങളിൽ രണ്ടാൾ സംഭാഷണം നടത്തുന്നിടത്തേക്ക് നിങ്ങൾ കടന്നു ചെല്ലരുത്. അവർ സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ അവിടുന്ന് മാറിപ്പോകണം. അതല്ല അവർ പറയണം നിങ്ങൾ വന്നോളി, പ്രശ്നമൊന്നുമില്ല, ഞങ്ങൾ അങ്ങനത്തെ സ്വകാര്യമൊന്നുമില്ല, ഞങ്ങൾ വന്നോളി, അനുവാദമുണ്ടോ എങ്കിൽ അവിടെ ഇരിക്കാം. അതല്ലാത്ത നിലയ്ക്ക് രണ്ടാൾ സ്വകാര്യം പറയുന്നിടത്ത് ഞാൻ അവിടെ കൂട്ടത്തിലൊന്നുമല്ല ഇരിക്കണത്, ഇപ്പുറത്തിങ്ങനെ മാറിയിരിക്കുക, എന്നിട്ട് ഞാൻ എൻ്റെ ഫോണിലേക്ക് ഇങ്ങനെ നോക്കുക, എൻ്റെ ചെവി ഇങ്ങോട്ടും കൊടുക്കുക, ഇത് പറ്റുമോ? ഇത് പറ്റൂല. അകലെയാണെങ്കിലും ഇരിക്കാൻ പറ്റൂല. ഇതൊക്കെ ഒളിഞ്ഞ് കേൾക്കലാണ്. അവർക്ക് എന്തെങ്കിലും സ്വകാര്യം പറയേണ്ടവർ പറഞ്ഞോട്ടെ. അപ്പോൾ അവിടെ അങ്ങനെ ഇവൻ എന്താ പറയണത് എന്നിങ്ങനെ കാതോർക്കുക. അങ്ങനെ കാതോർക്കുന്നത് എത്രത്തോളം ഗുരുതരമാണെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ടല്ലോ. മനിസ്തമഅ ഇലാ ഹദീസി ഖൗമിൻ വഹും ലഹു കാരിഹൂന സുബ്ബ ഫീ ഉദുനിഹിൽ ആനുകു. വളരെ ഗൗരവത്തോടെ അള്ളാഹുവിൻ്റെ റസൂൽ പറയണേ, ആരെങ്കിലും ഒരു ജനതയുടെ സംസാരത്തിലേക്ക് കാതോർത്താൽ വഹും അവരാവട്ടെ, ആ സംസാരിക്കുന്നവർ ഇയാളിത് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നില്ല, എന്നിട്ട് അതിലേക്ക് കാതോർക്കുക. ഇത് ഇതിൻ്റെ മറുവശം പറയണം. അങ്ങനെ ഒരു സംഭാഷണം നടക്കുന്നിടത്ത് ഇങ്ങനെ ഒളിഞ്ഞു കേൾക്കുക. അങ്ങനെ ആരെങ്കിലും ഒളിഞ്ഞു കേൾക്കുന്നുണ്ടെങ്കിൽ, അവിടേക്ക് കാതു കൊടുക്കുന്നുണ്ടെങ്കിൽ, സുബ്ബ ഫീ ഉദുനിഹിൽ ആനുക്, ഖിയാമത്ത് നാളിൽ അവൻ്റെ കാതിൽ ഈയം ഉരുക്കി ഒഴിക്കുന്നതാണ്. ചൂടേറിയ നരകാഗ്നിയിൽ ഉരുക്കപ്പെട്ട ചെമ്പിൻ്റെ ദ്രാവകം അവൻ്റെ കാതിൽ ഒഴുക്കുന്ന ശിക്ഷയായിരിക്കും നരകത്തിയിൽ അവൻ അനുഭവപ്പെടേണ്ടി വരിക എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായിട്ട് പഠിപ്പിച്ചിരുന്നിരിക്കുകയാണ്.